ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മുടെ സൂപ്പിന് മെയിനായിട്ട് വേണ്ടത് ബ്രൊക്കോളിയാണ്. ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഇതിൻ്റെ തണ്ട് ഉൾപ്പെടെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്കിതിൻ്റെ തണ്ടൊന്ന് കട്ട് ചെയ്ത് അതിനെ ചെറിയ പീസസ് ആക്കി എടുക്കാമേ. നമുക്ക് ഈ ബ്രൊക്കോളിയിൽ കളയാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതൊന്ന് വേവിച്ച് അരച്ചെടുക്കുന്നതാണ്, അതുകൊണ്ട് പ്രത്യേക ഷേപ്പിന് തന്നെ വേണമെന്നുമില്ല. ഒരു മീഡിയം സൈസിൽ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാമേ. നമ്മുടെ ബ്രൊക്കോളി വേവിച്ച് അരച്ചെടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ സൂപ്പ് കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഇതളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ. ഇനി നമുക്ക് ആ തണ്ടോട് കൂടി കട്ട് ചെയ്ത് വെച്ച ബ്രൊക്കോളി മുഴുവനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കാമേ. ഈ സമയത്തൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലേ. ഇനി നമുക്കിതിലേക്കൊരു 10 കാഷ്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാഷ്യൂ ഇല്ലെങ്കിൽ ബദാം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ സൂപ്പിന് നല്ല ക്രീമി ആയിട്ട് അതുപോലെ നല്ല ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലോ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1.25 ഗ്ലാസ് വെള്ളവും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിനെ കുറച്ചും കൂടെ ചെറിയ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. 3 അല്ലി വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയ സൈസാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുക്കുക. അതിനെയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ. നമ്മുടെ ബ്രൊക്കോളി വേവാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് വെള്ളത്തോടു കൂടി തന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാമേ. സൂപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാമേ. ബ്രൊക്കോളി ഞാൻ ഈ ഒരു സൈസിനാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രൊക്കോളി കൂടി ചേർത്ത് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാമേ. നമ്മുടെ ബ്രൊക്കോളി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വറ്റൽമുളകിനെക്കാട്ടി ഇഷ്ടം കുരുമുളകിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണേ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബ്രൊക്കോളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടില്ലായിരുന്നോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കുക. എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ബ്രൊക്കോളി വേവിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ ബട്ടർ ചേർത്തത് സോൾട്ടഡ് ബട്ടർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റും കൂടെ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയാവും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനി ബ്രൊക്കോളി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സൂപ്പ് റെഡിയാക്കി നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.